ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. പിന്നെ ഡേറ്റ് കണക്കിന് ഏപ്രിൽ 30, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോണിൻ്റെ കല്യാണ ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനപ്പോൾ ഈ കഴിഞ്ഞ കഥകൾ പറയണേന്ന്. സത്യം പറഞ്ഞാൽ വർഷങ്ങൾ കുറേ കഴിഞ്ഞെങ്കിലും ചാനലുകാർക്ക് എന്താ പറയുക, ആഘോഷിക്കാനായിട്ട് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. അവർക്ക് നമ്മളുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും അറിയണില്ല. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോസ് വഴിയാണ് നമ്മളിങ്ങനെയാണ് എന്നുള്ളത് തുറന്ന് കാണിക്കുന്നത്. ഇനിയും എന്തെങ്കിലും പറയാനുള്ളവർക്ക് അവിടെ ഇരുന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മറുപടി കൊടുത്തു തുടങ്ങി. കാരണം നമുക്കത് ആവശ്യമായിട്ട് തോന്നി. നമ്മുടെ പിള്ളേർ വലുതാവാണ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം നമ്മൾ വിഡ്ഢികളായി തുടങ്ങിയിട്ട് 7-8 വർഷമായി. അപ്പോൾ ഇനി അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രാവിലെ എണീറ്റു. പതിവ് പോലെ 29-ാം തീയതി, ഇന്ന് ഒരു ദിവസവും കൂടെ ഉള്ളൂ ഈ മാസത്തിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഈ ഏപ്രിൽ മാസത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മാസമാണ്. കാരണം നടന്ന ആഘോഷങ്ങളൊക്കെ വലുതായിരുന്നെങ്കിലും മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മാസമാണ് കേട്ടോ ഏപ്രിൽ. പിന്നെ എന്താ പറയുക, എല്ലാ മാസത്തെയും പോലെ ചിരിയും കളിയോടുകൂടി ആ മാസത്തിനെയും നമ്മൾ വരവേൽക്കണു, അവസാനിപ്പിക്കണു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ രാവിലെ അപ്പോൾ ഡിവൈൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ പടപടപടേന്ന് വേഗം ജോലി കഴിയും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇപ്പോൾ തലേ ദിവസം തന്നെ നാളെ ഇത് വെക്കാമല്ലേ മമ്മി എന്ന് ചോദിക്കുമ്പോൾ ശരി അതന്നെ ആയിക്കോട്ടെ. കാരണം എന്താണോ അവർക്ക് എളുപ്പം അത് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോ എനിക്കോ ഡാഡിക്കോ ഇന്നത് വേണമെന്നില്ല, എന്ത് തന്നെയായാലും ഞങ്ങൾ കഴിക്കും. അപ്പോൾ എന്താണോ എളുപ്പത്തിൽ നമ്മുടെ കയ്യെത്തുന്ന എന്താ പറയുക ഉള്ളത് അത് വെച്ച് ഒരു കറി, ഞാൻ പറയും എപ്പോഴും ഉള്ളത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശനിയും ഞായറാഴ്ച ദിവസം നിങ്ങൾക്കറിയാമല്ലോ മാർക്കറ്റിൽ പോണ ദിവസം. അപ്പോൾ ആ കൊണ്ടുവരുന്ന ദിവസം ഓരോ സാധനങ്ങൾ ഓരോ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോക്സ് ഓരോ ദിവസം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ രാവിലെ അത് ഓൺ ചെയ്തിട്ട കാരണം രാവിലെ തന്നെ അത് തോരയിടാൻ പറ്റിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് വന്നിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ചൂടായിട്ട് പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വളരെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹീറോൻ്റെ എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ അവനിങ്ങനെ നിൽക്കുകയാണ് ഞാൻ വരണത് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എടുത്തതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിരുന്നു മൂപ്പരുടെ കേട്ടോ. അപ്പോൾ തോമോന് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ല. പാച്ചുമില്ലാത്ത കാരണം പോകണ്ടെന്നാണ് എപ്പോഴും പറയുക. ചാക്കോൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അതെന്തായാലും നടക്കില്ല, പാച്ചുമില്ല എന്നറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് കൈ പിടിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു വാശി പിടിക്കും കേട്ടോ. അതവർ 3 പേരങ്ങനെ പോയി ശീലിച്ചിട്ട് ഇവർക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് പാച്ചുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എപ്പോഴും പാച്ചുവിൻ്റെ വിശേഷം ചോദിക്കും കേട്ടോ. പാച്ചുവിന് അവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പാച്ചുവിന് അവിടെ വർക്കുള്ള കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവൻ ഡാഡി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവനും ഒരു പൂതി നൂലപ്പം വേണമെന്ന്. അപ്പം നൂലപ്പം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം പോയി കഴിഞ്ഞപ്പോൾ അപ്പയുടെ കൂടിയായി ഇരിപ്പ്. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നലത്തെ ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ്. പിന്നെ നമ്മുടെ കൂർക്ക ചെമ്മീനിട്ട് വെച്ചിട്ടുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ എന്തിട്ടാ ഒരു കൂട്ടുണ്ടല്ലോ ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയോട് കൂടിയുള്ള എല്ലാം കഴിഞ്ഞു. ഇത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല ആരും ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല എന്ന്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഒന്ന് ലൂസാക്കി എടുത്തതാണ് മറ്റേ ഇതിന് വേണ്ടിയിട്ട്, നമ്മുടെ നൂലപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടി ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. പിള്ളേർസ് സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ അവൻ്റെ വാശി ഇത് കൊണ്ടുപോകണം എന്നായിരുന്നു. അപ്പോൾ പാച്ചുള്ളപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. 3 ഓടിച്ചാടി കയറുക ഓടുക അതായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രമൊക്കെ പറഞ്ഞിട്ട് 2 പേരും പോകണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഇവിടുന്ന് കയറുന്നത് വരെയുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകമാണ്. അങ്ങനെ 3 പേരെ യാത്രയാക്കി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വണ്ടി പോയപ്പോൾ കാർ പോർച്ചിലത്തെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ചെടികൾ നനയ്ക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെ നനയ്ക്കാൻ നിന്നാൽ തുണികൾ അവിടെ ഇടേണ്ട നേരം വൈകും. അതനുസരിച്ച് എനിക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യമുള്ള കാര്യം അതാണ്. എന്നാൽ പിന്നെ അത് ചെയ്തിട്ടാവാം ബാക്കി കാര്യങ്ങൾ. കാരണം അതുപോലെ ചൂടാട്ടോ. നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ ചൂടുണ്ടെന്നറിയാം. എന്നാലും ഇവിടെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇത്തിരി കൂടുതൽ ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റാണ് കേട്ടോ. അതും ഞങ്ങൾക്ക് ഫ്രണ്ടിലൊന്നും അങ്ങനെ ചൂട് തോന്നില്ല. ബാക്കിലേക്ക് ആ വർക്ക് ഏരിയയുടെ അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ചൂടാവിയാണ്. അതായത് ആ ഷീറ്റ് ചൂടായിട്ടുള്ള ചൂട് കേട്ടോ. ഫ്രണ്ടിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ബാക്കിലാണ് ഭയങ്കരം. പട്ടികൾ കിടന്ന് വിഷമിക്കുകയാണ് കേട്ടോ.
നമുക്ക് സങ്കടം വരും അവർ കിടന്ന് ഇങ്ങനെ ഓർഡർ കാണുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ രാവിലെ ഡാഡിയാണ് വെള്ളമൊക്കെ ഒന്ന് നനച്ചിട്ട് കൊടുക്കുമ്പോൾ ആ നിലത്തിന് നല്ലൊരു തണവാണ്. അപ്പോൾ അതനുസരിച്ച് അവരവിടെ കിടക്കും. ഇത് നമ്മളുടെ മറ്റേ എന്താ പറയുക, സ്കൂൾ ബാഗിൻ്റെ ഹാമ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാതും ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോംബോ ഉണ്ട്. അതിൽ വാട്ടർ ബാഗ്, പിന്നെ ബോക്സ്, ലഞ്ച് ബോക്സ്, ടവല് എല്ലാതും അടങ്ങിയിട്ടുള്ള ഒറ്റ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് ആ കൂട്ടത്തിൽ എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയില്ലേ, പേരെഴുതിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതിനാണ് ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഡിംപിളായാലും ഡിവൈനായാലും ഇതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളുടെ സെറ്റ് കേർഡിൻ്റെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറച്ച് ചെടിയായിട്ട്, അതായത് ഞാൻ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഞാൻ എടുക്കണ ചെടികൾ കട്ട് ചെയ്തിട്ട് ആ എളുപ്പത്തിന് വേഗം ഒരു ബക്കറ്റിലാക്കി വെള്ളമൊഴിച്ച് വെക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റ് കേർഡിൻ്റെ ബക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. എന്ത് തന്നെയായാലും 2 ആഴ്ച കൂടുമ്പോൾ ഒരു ബക്കറ്റ് സെറ്റ് കേർഡ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കാരണം ഫുൾ അതിൽ ഇങ്ങനെ ആക്കി വെച്ച് അവിടെ ആ സൈഡിലത്തെ, ഞാനത് കാണിക്കാൻ വിട്ടുപോയി, അവിടെ ഒരു 10-12 സെറ്റ് കേർഡിലാണ് നിറച്ച്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഇന്നാളെ ഒരു ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാനും എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല, അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരോട് ഞാൻ പറയും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയാം. അതുപോലെ ഉണ്ട്. ഇപ്പം അപ്പുറത്തേക്കും കൂടി വീടിങ്ങനെ വള്ളി അവിടെ പടർന്നു. പക്ഷേ ഇന്ന് ഞാൻ വള്ളികളൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. കാരണം എല്ലാവരും പറയുന്നുണ്ട് അതുമക്കൂടെയൊക്കെയാണ് പാമ്പ് അഴിഞ്ഞ് കയറാമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടേതായ സുരക്ഷിതത്വം നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതേ കൂടൊക്കെ ഒന്ന് അടിച്ച് കഴുകി വെറുതെ വെള്ളം ഒഴിച്ചാൽ മതി. 2 നേരം കഴുകണതല്ലേ, അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ സുഖമായിട്ട് അവിടെ കോൺക്രീറ്റ് ആകുമ്പോൾ അവിടെ കിടക്കണം. അങ്ങനെ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർണമെൻറ്റ്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ഞാൻ വാഷ് ചെയ്ത തുണികൾ ഇട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു തുണ്ട് ചാറ് ഒഴിച്ചത്. പിന്നെ ഡിവൈൻ പറഞ്ഞു മമ്മി ഒരു തുണ്ടുള്ളൂ, അത് അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ എൻ്റെ പാത്രത്തിലിട്ട് ഞാൻ അത് ഫുള്ള് തിന്നു. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നൂലപ്പം വരുമ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് കഴിക്കണം. എനിക്ക് കറിയേക്കാൾ കൂടുതൽ ഇഷ്ടം പാലൊഴിച്ച് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരുവിധം പരിപാടി കഴിഞ്ഞതാ. ഒരു സെറ്റ് കേർഡിൻ്റെ ടിന്നും കൂടി ബാക്കിയായി. അപ്പോൾ അതെടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നാളെ അതിൽ ആക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ എല്ലാം കൂടി എടുത്ത് വല്ലവർക്കും കൊടുക്കും. അപ്പോൾ ഇതാവുമ്പോൾ ചെടികളായിട്ട് അവിടെ ഇരുന്നോളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ ചട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ റെഡിയായി. സമയം കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു. അപ്പോൾ ഈ പണി ഞാനാണ് ഏറ്റെടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുപ്പികൾ നിറയ്ക്കുക, ഡാഡി നിറച്ച് വെക്കും. ബാക്കി എല്ലാ സമയത്തും കഴിയുന്നതിനനുസരിച്ച് ഞാൻ വെള്ളം അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഞാനൊക്കെ കുടിക്കുന്ന വെള്ളത്തിനൊരു കണക്കില്ല. ഭക്ഷണത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വെള്ളമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ വശത്തേക്ക് കിടക്കുമ്പോഴാണ് ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ 11 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലേക്ക് ഇരുന്നു. ഡാഡി ഈ കൂളർ ഫിറ്റ് ചെയ്യാനായിട്ടിരുന്നു. സാധാരണ ഈ കോർണറിൽ തന്നെ വെക്കാറ്. പക്ഷേ ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ മിസ്സായേക്കണം. അതായത് എക്സ്റ്റൻഷൻ കേബിൾ കേട്ടോ, അതിൻ്റെ അല്ല, അത് മിസ്സായേക്കണം. അപ്പോൾ എന്നോട് ഒരു കുട്ടി ചോദിച്ചായിരുന്നു ഇതിൻ്റെ ബ്രാൻഡ് എന്താണ്, ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. എനിക്കിത് എത്ര ലിറ്ററിൻ്റെ ആണെന്നൊന്നും പറയാനറിയില്ല, കാരണം എൻ്റെ ഓർമ്മയിലില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 15-ലും മേലെ കൊല്ലമായിട്ടുണ്ട് ആ സംഭവം നമ്മളുടെ വീട്ടിൽ വന്നിട്ട്. പക്ഷേ കൊല്ലത്തിൽ ഈ സമയത്ത് ഈ 2 മാസമാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുക. അതായത് ഏപ്രിൽ മെയ് മാസം നമ്മളുടെ കൂളറിൻ്റെ സ്ഥാനം താഴത്ത് ഒരു മൂലയിലാണ്. കാരണം അത്രയും ചൂടാവും. അപ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുള്ളത്, കുട്ടികളില്ലാത്തപ്പോഴും നമ്മൾ ഈ സമയത്ത് തന്നെയാണ് ഇറക്കുക കേട്ടോ. ശരിക്ക് ഇതിൻ്റെ സ്ഥാനം ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് മുകളിൽ ഹാളിലാണ്. നിങ്ങൾ മോൾ ഭാഗം അധികം കണ്ടിട്ടുണ്ടാവില്ല. മറ്റേ ഹൗസ് വാമിങ്ങിൻ്റെയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹോം ടൂറിൽ. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്തേക്കാൾ കൂടുതൽ സ്ഥലം മുകളിലാണ്. കൂടുതൽ സൗകര്യവും കാര്യങ്ങളൊക്കെ മുകളിലാട്ടോ. അവിടെ സിറ്റ് ഔട്ടിലായാലും വലിയ ഹോളാണ്. നമുക്ക് ഇതിൻ്റെ പോലെയല്ല, ഇവിടുത്തെ താഴത്തെ പോലെയല്ല, ഭയങ്കര വലിയ ഹോളും നല്ല 2 വലിയ മുറികളും. ഡോണൊക്കെ ഇപ്പോൾ കിടക്കുന്ന മുറി എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ മുറിയാണ്.
മറ്റേത് സാധാരണ ഒരു റൂമും. അപ്പോൾ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സ്ഥലം കൂടുതൽ. താഴെ അതുപോലെ ഒരു കുട്ടി പറഞ്ഞായിരുന്നു കുറേ സാധനങ്ങൾ കിടക്കണ കാരണം ഹോളായിട്ട് തോന്നുന്നില്ല, റൂമായിട്ട് തോന്നണമെന്ന്. നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫർണിച്ചേഴ്സൊക്കെ പണ്ട് തൊട്ടുള്ളതാണ്, ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ളതല്ല. അതായത് നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടുകളൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ വീടുകളായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഫർണിച്ചറുകൾ സെറ്റ് ചെയ്ത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഹാള് വളരെ ചെറുതായി. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ തിക്കുമുട്ട് തോന്നുന്നത്. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല, ഫർണിച്ചർ എടുത്ത് കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓരോന്നിനും ഓരോ ഓർമ്മകളുള്ള ഫർണിച്ചറുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പറയുക, ഉള്ളത് കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇടണം. അതുപോലെ കർട്ടൻ്റെ കാര്യം പറഞ്ഞു. കർട്ടൺ വരെ എനിക്ക് കർട്ടൺ ഇടാത്ത ജനലുകൾ എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ് വീടുകളിൽ ജനലുകളിൽ കർട്ടൺ ഇടുക എന്നുള്ളത്. ജനലിൽ മാത്രമല്ല അതിൻ്റെ മുകളിലും ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. സംഭവം ശരിയാണ്, കുഞ്ഞെ പെട്ടെന്ന് തോന്നുമ്പോൾ ഭയങ്കര ബഹളം പോലെ തോന്നും. പക്ഷേ എനിക്കെന്തോ അത് കണ്ട് അങ്ങോട്ട് ശീലമായി. 10-12 വർഷമായില്ലേ. പിന്നെ അതെടുത്ത് മാറ്റാനുള്ള ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോണു. പിന്നെ കർട്ടൺ രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടിൽ പോവില്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വലുതായിട്ടില്ല. അപ്പോൾ അവർ അത് വലിച്ച് വീണ്ടും നശിപ്പിക്കണേക്കാൾ നല്ലത് അവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ നമുക്കിതൊക്കെ മാറ്റല്ലേ നല്ലത്. കാരണം ഇപ്പോഴേ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി നശിപ്പിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് എനിക്ക് ഭയങ്കര നിർബന്ധം, അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഞാൻ. അങ്ങനെ അനാവശ്യമായിട്ടൊരു കാര്യം എടുത്തു ചാടി ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ശീലമാണല്ലോ, ഞാൻ ആ ശീലക്കാരുത്തിയാണ്. അങ്ങനെ പിള്ളേർസ് ഉച്ചലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട് കേട്ടോ, മറ്റേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഞായറാഴ്ച കൊണ്ടുവന്ന് ഇറച്ചി ഞാൻ അങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം തറഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ മെഡിസിൻസൊക്കെ കഴിഞ്ഞു, ഇന്നലെയോടുകൂടി കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കാലിനും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇന്നിപ്പോൾ ഞാൻ തുണി തോരയിടുമ്പോൾ ഡിവൈൻ കുറേ പറഞ്ഞു ഞാൻ ഇടാമെന്ന്, പക്ഷേ വളരെ കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിട്ടു. അവിടേക്കൊന്ന് അടിച്ച് കഴുകി, പക്ഷേ ഒരു കുഴപ്പവും ഈ നേരം വരെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പട്ടിയുടെ ഇറച്ചി വെള്ളത്തിലിട്ടു. അത് വൈകുന്നേരം ആയപ്പോഴേ അത് ശരിയായുള്ളൂ. ഇനി എനിക്ക് ചക്ക വരട്ടാനുണ്ട്, എനിക്കൊന്ന് തറഞ്ഞ് നിൽക്കാനായിട്ട് അതിനുള്ള ഒരു ഇതായിട്ട് വേണം എനിക്കങ്ങനെ നിൽക്കാനായിട്ട്. കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇന്നാളെന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ തറഞ്ഞ് നിൽക്കുമ്പോൾ ഇനി കാലിൻ്റെ മുട്ടിന് രണ്ടാമതൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ വേവിച്ച് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ പിള്ളേർക്കുള്ള പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നല്ലോണം ഉറങ്ങി. ഉച്ചയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങി. ആ പാല് കൊടുത്ത് വരണോടുകൂടി തുണികൾ തോരയിട്ടതൊക്കെ എടുത്തുകൊണ്ട് വന്നു. എല്ലാതും ഇല്ല, അത്യാവശ്യം ഉണങ്ങിയത് മാത്രം കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നൂലപ്പം ഒരെണ്ണം അതിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇവിടെ ചാക്കോച്ചൻ തിന്നതിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ചാക്കോച്ചൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊഴിക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്കിപ്പോൾ കാപ്പിയുണ്ട്, പിന്നെ അതും കൂടി കൂട്ടി കഴിച്ചാൽ മതിയെന്ന് വെച്ചിട്ട് കുറേ മധുരം ചെല്ലുണ്ടല്ലോ, അത് കൂട്ടി കഴിച്ചതാ ഇറച്ചി പാത്രങ്ങളിലാക്കി ആവശ്യമുള്ളത് കുക്കറിലിട്ട്. പിന്നെ ഞാൻ വീണ്ടും ബിസിനസ്സിലേക്ക് വന്നിരുന്നു. ഇപ്പം നിങ്ങൾ 2-3 ദിവസമായിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കേണ്ട ആൻറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഓർണമെൻറ്റ്സ് കാണിക്കണ്ടല്ലോ എടുക്കണ്ടല്ലോ എന്ന്. സത്യമാണ്, കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒന്നിലും എൻഗേജ്ഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ കിടക്കണോടത്തുനിന്ന് പതുക്കെ എണീറ്റു. അങ്ങനെ എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഴയ്ക്കൊരു കോള്. അപ്പോൾ മഴ വരുന്നത് കാത്ത് എൻ്റെ മക്കൾ ഇരുന്നതാണ്. ഞാൻ പറഞ്ഞു ഓടി പൊക്കോന്നിട്ട് വാതിലൊക്കെ തുറന്ന്, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. വാതിലൊക്കെ തുറന്ന് അവർ മഴ തുള്ളത് കാത്തുന്നു. നല്ല മണമൊക്കെ വന്നു, പുതുമണ്ണിൻ്റെ മണം വന്നു. പക്ഷെ ആ മണം തന്നെ ഉണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരൊറ്റ ഇതിൽ പെയ്തിട്ടും കൂടി ഇല്ല, മണ്ണിലുള്ള ഒരു മണം വരാനുള്ള ഒരു വെള്ളത്തുള്ളി വീണു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മഴയായിട്ട് ഒന്നും കണ്ടില്ല. ഞാൻ കുറേ നേരം വാതിൽ തുറന്നിട്ട് കുട്ടികളെ പുറത്തിരുത്തിയിട്ട് ഞാനിവിടെ ഇങ്ങനെ അകത്തിരുന്നു. പക്ഷേ കുട്ടികൾക്ക് മഴ, അപ്പോൾ ചാക്കോ വന്നിട്ട് അതാ ചോദിക്കണേ മഴ വന്നില്ല എന്ന്. അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ കയറിക്കോ, മഴയുടെ പാട്ടിന് പോയിന്ന് തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് സന്ധ്യയായി. ശരിക്കും ആ മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ കുറച്ച് ഒരു സമാധാനം കിട്ടിയത്. പക്ഷേ എവിടേക്കോ പെയ്യുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം നല്ലൊരു ഇളം കാറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സന്ധ്യയായി. കുട്ടികളുടെ ഭക്ഷണവും കാര്യങ്ങളും അവരിങ്ങനെ ഉച്ചയ്ക്ക് ഇന്ന് ചാക്കോനും ഉറങ്ങിയിട്ടില്ല, തോമു പിന്നെ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടായത് കേട്ടോ. പക്ഷേ ഞാൻ ആ വീഡിയോ
ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം നമുക്കത് കാണുമ്പോൾ പേടിയാവുക. ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ഡിവൈൻ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇന്ന് മീൻകറി ബ്രെഡും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇഡ്ഡലിയും ബാക്കിയുണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ട്. ബ്രെഡ് പുതിയത് വാങ്ങിയതാട്ടോ. പിന്നെ ഉച്ചയിലത്തെ ചോറ് കുറച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ചോറായതുകൊണ്ട് തിളപ്പിച്ചൂറ്റി കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം മീൻകറിയുടെ മണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മീൻകറിയും ചോറും മതിയെന്ന്. ഡാഡിക്കും ഡോണിനും ബ്രെഡ് മതി എന്ന് പറഞ്ഞു. നല്ല ബ്രെഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഒരു പീസ്, ഇവരുടെ ബ്രെഡിൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പീസ് ബട്ടർ എടുത്ത് തേച്ച് മാറ്റി വെച്ചിട്ട് ഇതാ ഇപ്പോൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ ഡിവൈൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. എനിക്ക് ഇഡ്ഡലി മതി എന്നിട്ട് ഡിവൈൻ ഇഡ്ഡലി സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ് കേട്ടോ. ഇത് നമ്മുടെ സൂഫിയുടെ വളകളാണ്. ഇന്നലെ കുറേ പേര് എന്നോട് ചോദിച്ചെങ്കിലും കുറേ പേർക്കൊക്കെ കൊടുക്കാൻ പറ്റി. ഇനി ബാക്കി ഇത്ര തന്നെയുള്ളൂ കേട്ടോ, ഈ കളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ കോൾ ചെയ്യായിരിക്കുമോ ദയവ് ചെയ്ത്, കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ കോൾ ചെയ്യുമ്പോൾ എന്താ എടുക്കാത്തതെന്ന്. ഫോൺ സൈലൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എന്ത് തന്നെയായാലും ഞാൻ കാണും കേട്ടോ. അതുപോലെ ഒരു കാര്യവും കൂടി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചോദിക്കുക. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം വേണമെന്ന് 2-3 വട്ടം ചോദിക്കുമ്പോൾ നമ്മൾ കിടക്കണോടത്തുനിന്ന് ആയാലും എടുത്ത് കാര്യങ്ങളൊക്കെ കാണിച്ച് എല്ലാം കഴിഞ്ഞ് ഒറ്റ പോക്ക് പോവും. പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് അങ്ങനെ ഉപദ്രവിക്കരുത് കേട്ടോ. ഉപദ്രവിക്കരുതെന്നല്ല, അത് നിങ്ങളുടെ സമയവും പോവും, എൻ്റെ സമയവും പോവും. നമുക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. അപ്പോൾ ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം വേണോ വേണ്ടതെന്നുള്ളത്. വേണ്ടെങ്കിൽ അപ്പം തന്നെ വേണ്ടാന്നുള്ള മറുപടിയെങ്കിലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടി ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നേരത്തോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇന്ന് എല്ലാ നേരത്തോടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോറെടുത്തു, വളരെ കുറച്ച് ചോറെടുത്തത്, കാരണം ഞാൻ ബ്രെഡും ബട്ടറും ഒരു പീസ് ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ മാങ്ങ അന്ന് സനിത കൊടുത്തയച്ച മാങ്ങയിൽ ഒരു 3 എണ്ണം കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സനിത ഇത് കാണുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പഴുത്ത് ഞങ്ങൾ തന്നെയാണ് കഴിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുറച്ച് അക്കിയുടെ അവിടേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെയാണ്. പല രീതിയിൽ അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു 3 എണ്ണം അവിടെ ഇവിടെയൊക്കെ ഒരു കളർ വ്യത്യാസം വന്നപ്പോൾ ഡാഡി അതൊക്കെ ചെത്തി മാറ്റി ലാസ്റ്റ് അതും ഇന്നങ്ങോട്ട് കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഓരോ മാങ്ങ പോളുമ്പോഴും ഞാൻ ഓർത്തായിരുന്നു, കാരണം അത്രയും ദൂരം എന്താ ആ മോള് നാട്ടിലില്ല, എന്നിട്ടും ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തയക്കുമ്പോൾ നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ രാത്രിയായപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ ഇത് വന്നേക്കണത്, അവർ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഷോയ്ക്ക്. അപ്പോൾ അത് കൈയോടെ ഞാൻ ഇട്ടതാട്ടോ. കുറേ പേര് ചോദിച്ചു പാച്ചു എവിടെ, ഓച്ചു എവിടെ, എന്നാ വരിക, ഏതാ വരിക എന്ന്. അപ്പോൾ അത് എനിക്കൊരു ഐഡിയ ഇല്ല. അവനവിടെ ഹാപ്പി ആയിട്ട് നിൽക്കണു, ഇവരിവിടെ അവനെ മിസ് ചെയ്തിട്ട് നിൽക്കണു. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അങ്ങനെ പരിപാടികൾ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂളറിൻ്റെ എടുത്തിരുന്നത് കെൻസ്റ്റാറിൻ്റെ ആണ്. ഇതാണ് ബ്രാൻഡ്. ഇപ്പോഴൊക്കെ പുതിയ ടൈപ്പ് ഔട്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ 10-15 വർഷം മുമ്പത്തെ മോഡലാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഐസ് ഇടുക ചെയ്യുക. വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാൻ ഐസ് ബാറുകൾ കുഞ്ഞ് പിഞ്ഞാണത്തിൽ ഉണ്ടാക്കി വെക്കുക, എന്നാലേ ഇതിലിടാൻ പറ്റുള്ളൂ. എന്ന് ഇട്ടിട്ട് അത് മൂടുമ്പോൾ ആ ഐസോട് കൂടിയിട്ടുള്ള നല്ലൊരു മൊത്തത്തിലൊരു കൂളിംഗ് ഉണ്ടാവും കേട്ടോ അകത്തൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ AC ഇട്ട് കഴിഞ്ഞാൽ ഈ സെറ്റിയിൽ അവിടെ ഇരുന്നാലേ AC ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൂളർ അവിടെ വെക്കാറ്. അപ്പോൾ ഈ 2 ഫാൻ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് ഇടുന്നേക്കാളും നല്ലത് ഇതാവുമ്പോൾ ഒരു ചെറിയ കൂളിങ്ങിൻ്റെ ആ ഒരു കുഞ്ഞ് പോർഷനല്ലേ വേണ്ടു. അപ്പോൾ അതിലേക്കുള്ള കൂളിങ് നല്ലോണം അതിലുണ്ടാവും. അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ കൂളർ എനിക്ക് തോന്നുന്നു AC-യുടെ 3-1 വിലയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മതിയാവും. ഇനിയിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും മഴ വരും കേട്ടോ. നമ്മളെന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിഞ്ഞ് റെഡി ആകുമ്പോഴാവും മഴ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വെറുതെ വാങ്ങിക്കണ്ടായിരുന്നു, ഒരു 10 ദിവസം കൂടെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പോൾ വിചാരിക്കും കേട്ടോ. പിന്നെ ഫാൻ ഇടണ പോലെയല്ല, കൂളറിന് ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നാലും എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ കൂളർ തന്നെയായിരുന്നു. എന്താ പറയുക, ഡിംപിള് ഡാൻസിന് റിഹേഴ്സലൊക്കെ ചെയ്യുമ്പോൾ കൂളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ കൂളറിലാവുമ്പോൾ എപ്പോഴും ഐസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഉണ്ടാവും, നല്ലൊരു തണുവുണ്ടാവും കേട്ടോ. അപ്പോൾ ചിലരുടെ വിചാരം അങ്ങനെ വരുമ്പോൾ നീരുവീഴ്ച വരുന്ന, എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചിലർ പറയണേക്കാം അതിൻ്റെ വെള്ളം അങ്ങനെ ഒരു സ്പ്രേ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അതുവരയ്ക്ക് ബൈ.